യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവിൽ പ്രിയപ്പെട്ടവരെ, നല്ലൊരു ദിവസം കൂടി നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്നു. കണ്ണുനീരും സങ്കടങ്ങളും ജീവിതഭാരങ്ങളൊക്കെ ഉണ്ടെങ്കിലും കർത്താവ് നമ്മളെ താങ്ങുന്നു, നമ്മളെ അനുഗ്രഹിക്കുന്നു, നമ്മളെ പരിപാലിക്കുന്നു. ആ വലിയ സ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം. കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. കർത്താവ് നമ്മുടെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും എല്ലാം നമുക്ക് അവിടത്തേക്ക് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. സങ്കീർത്തനം 115:1. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമത്തെയും അങ്ങയുടെ വിശ്വസ്തതയും അങ്ങയുടെ കാരുണ്യത്തെയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകേണ്ടത്. അങ്ങയുടെ അനന്തമായ കരുണയോർത്ത്, അങ്ങയുടെ അനന്തമായ വിശ്വസ്തതയോർത്ത് അങ്ങയുടെ നാമത്തിനാണ് ഞങ്ങൾ മഹത്വം നൽകേണ്ടത്. ദൈവത്തെ മഹത്വപ്പെടുത്തുക അത് ഓരോ ദൈവ പൈതലിൻ്റെയും കടമയാണ്. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ പൊന്നോമന മക്കളാണ്. നമ്മൾക്ക് ജന്മം നൽകിയ വളർത്തിയ മാതാപിതാക്കന്മാരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. നല്ല വിശ്വാസത്തിലും പ്രാർത്ഥനയുമുള്ള മക്കള് പ്രായമായ മാതാപിതാക്കളെ ഒരിക്കലും തള്ളിക്കളയത്തില്ല, അവരെ ശുശ്രൂഷയൊക്കെ ചെയ്യും. ആ മാതാപിതാക്കളുടെ സ്നേഹം അവരനുഭവിച്ചതുകൊണ്ട് അല്ലെ മാതാപിതാക്കളുടെ വലിയൊരു കരുതൽ മക്കൾക്ക് ഉണ്ടാവുന്നു. നമ്മളെ സൃഷ്ടിച്ചു നിരന്തരം പരിപാലിക്കുന്ന, എല്ലാം ദാനമായിട്ട് നൽകുന്ന ദൈവത്തിന് നമ്മൾ മഹത്വം കൊടുക്കുന്നുണ്ടോ? ദൈവം എത്രയെത്ര അനുഗ്രഹങ്ങളാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി പറയുന്നുണ്ടോ? അവിടുത്തെ കരുണയെ ഓർത്ത്, അവിടുത്തെ സ്നേഹത്തെ ഓർത്ത് നമ്മൾ അവിടുത്തേക്ക് മഹത്വം കൊടുക്കുന്നുണ്ടോ? ആ ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും കടമയാണ്. നമ്മൾ കർത്താവിന് മഹത്വം കൊടുക്കണം. അവിടുത്തെ മഹത്വം അത് വലുതാണ്. നമ്മൾ മഹത്വം കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അവിടുത്തെ മഹത്വം എന്നും ഒന്ന് തന്നെയായിരിക്കും. അവിടുത്തേക്ക് മഹത്വം കൊടുക്കുമ്പോൾ, അവിടുത്തെ സ്തുതിച്ച് ബഹുമാനിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ നമ്മളേറെ അനുഗ്രഹിക്കപ്പെടുകയാണ്. നമ്മൾ ദൈവത്തെ എത്രമാത്രം പുകഴ്ത്തുന്നുവോ, മഹത്വപ്പെടുത്തുന്നുവോ, അതനുസരിച്ച് നമ്മൾ
അഭിഷേകത്തിലേക്കും അനുഗ്രഹത്തിലേക്കും വരികയാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിലെ 13-ാം അധ്യായം 15, 16, 17 വചനങ്ങൾ. നിങ്ങൾ കാതോർത്ത് കേൾക്കുവിൻ, അഹങ്കരിക്കരുത്. നിങ്ങൾ കാതോർത്ത് കേൾക്കണം. എന്ത് കേൾക്കണം? ദൈവത്തിൻ്റെ സ്വരം കേൾക്കണം, ദൈവത്തിൻ്റെ വചനം കേൾക്കണം. അതിലൂടെയാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്. നിങ്ങൾ കാതോർത്ത് കേൾക്കണം. ജെറമിയായിലൂടെ പരിശുദ്ധാത്മാ പറയുക. കാതോർത്ത് നമ്മൾ കേൾക്കേണ്ടത് ലോകത്തിൻ്റെ വചനങ്ങളല്ല, ലോകത്തിൻ്റെ നെഗറ്റീവായിട്ടുള്ള കാര്യമല്ല, സാത്താൻ തരുന്ന ചിന്തകളല്ല, ലോകത്തിൻ്റെ അശ്ലീലമോ അശുദ്ധിയോ ഒന്നുമല്ല നമ്മൾ കേൾക്കേണ്ടത്. ലോകം നമുക്ക് തരുന്ന മഹത്വമല്ല നമ്മൾ കേൾക്കേണ്ടത്. ആ ദൈവത്തിൻ്റെ സ്വരം കാതോർത്ത് നമ്മൾ കേൾക്കാനായിട്ട് ശ്രമിക്കണം. അവിടുത്തെ വചനം കേൾക്കണം. അവിടുത്തെ വചനം കേട്ട് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ സ്വരം നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാനും മനസ്സിലാക്കാനും സാധിക്കും. അഹങ്കരിക്കരുത്, കർത്താവാണ് അരുളി ചെയ്തിരിക്കുന്നത്. അഹങ്കരിക്കരുത്. ഞാൻ മിടുക്കനാണ്, എൻ്റെ കഴിവ് കൊണ്ടാണ്, ഞാൻ നേടിയതാണ് എന്നൊക്കെ പലരും അഹങ്കാരത്തോടെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എൻ്റെ കഴിവാണ്, ഞാൻ നേടിയതാണ്. തെറ്റിപ്പോയി. അഹങ്കരിക്കരുത്. ദൈവമെല്ലാം നമുക്ക് തരികയാണ്. ദൈവം തരിക, കൈനീട്ടി നമുക്ക് തരിക, നമ്മൾ മേടിച്ചുകൊണ്ടിരിക്കുക. ആ മഹത്വം ആർക്കാണ്? ഈ ജീവൻ തന്ന, ജീവിതം തന്ന, അനുഗ്രഹിച്ച ദൈവത്തിനാണ് മഹത്വം കൊടുക്കേണ്ടത്. മഹത്വം ഒരിക്കലും നമ്മൾ നേടുവാനായിട്ട് ശ്രമിക്കരുത്. കർത്താവ് അന്ധകാരം വരുത്തുന്നതിന് മുൻപ് നിങ്ങളുടെ കാൽപാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലകളിൽ ഇടറുന്നതിന് മുൻപ് നിങ്ങളുടെ ദൈവമായ കർത്താവിന് മഹത്വം നൽകുവിൻ. ഹല്ലേലൂയാ. നിന്റെ ജീവിതത്തിലേക്ക് അന്ധകാരം വരുന്നതിന് മുൻപ്, ഇരുൾ പടരുന്നതിന് മുൻപ്, കാൽ ഇടറി വീഴുന്നതിന് മുൻപ് നിന്റെ ദൈവത്തിന് നീ മഹത്വം കൊടുക്കുക. നീ കാലിടറി വീഴും. വചനം പറയുന്നുണ്ടല്ലോ, നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കട്ടെ. ഞാൻ ഉൾപ്പെടെ ഓരോ ആത്മീയ വ്യക്തിത്വങ്ങളും സുവിശേഷകരും പ്രാർത്ഥിക്കുന്ന മക്കളും കരിസ്മാറ്റിക് ധ്യാനം കൂടിയവരും ഒക്കെ അനേകരുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവരും കൗൺസിലിംഗ് നടത്തുന്നവരും ഒക്കെ വിചാരിക്കുന്നു ഞാൻ വലിയ കുഴപ്പമില്ല. മുന്നറിയിപ്പാ, നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ ആത്മീയ ജീവിതത്തിലാണ് ഞാൻ, എനിക്ക് വലിയ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തി, നിൽക്കുന്നു എന്ന് വിചാരിക്കുന്ന വ്യക്തി വീഴാതിരിക്കാൻ സൂക്ഷിച്ചോളാനാണ് പറയുന്നത്. വീഴാതിരിക്കുമ്പോൾ അത് ദൈവം നമ്മളെ താങ്ങുന്നതാണെന്ന് തിരിച്ചറിയണം. വീഴാതിരിക്കുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിലാ നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. നിൽക്കുന്നുവെന്ന് വിചാരിക്കുന്നവൻ ദൈവത്തിൻ്റെ കരത്തിൽ മുറുകെ പിടിച്ചോണം. ആ കരത്തിൽ നിന്ന് പിടിവിട്ടു പോകുന്ന ഒരു വഴികളിലേക്കും പോകുവാനായിട്ട് പാടില്ല. അത് ഓരോ ആത്മീയ മനുഷ്യനും മനസ്സിൽ കുറിച്ചു വെക്കേണ്ട കാര്യമാണ്. നിന്റെ ജീവിതത്തിലേക്ക് ഇരുൾ പരക്കുന്നതിന് മുൻപ്, അന്ധകാരം കടന്നു വരുന്നതിന് മുൻപ്, കാൽ ഇടറി വീഴുന്നതിന് മുൻപ് നിന്റെ ദൈവത്തിന് നീ മഹത്വം കൊടുത്തുകൊള്ളുക. ജെറമിയ ശക്തമായിട്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പറയുക. അന്ധകാരം നിന്നെ കീഴടക്കാം, ഇരുൾ നിന്റെ ഭവനത്തിലേക്ക്, നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരാം. നീ ഒരുപക്ഷെ കാൽ ഇടറി നിലം പറ്റ വീണേക്കാം. അതിനു മുൻപ് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊള്ളുക. ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടുള്ളൊരു ജീവിതത്തിലേക്ക് നമ്മൾ വരണം. പത്രോസ് എഴുതിയ ലേഖനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഒരു വചനം. അതായത്, ഞാൻ ഇന്ന പട്ടണത്തിൽ പോയി ഞാൻ ജോലി ചെയ്ത് സമ്പാദിക്കുമെന്ന് പറയുക. അവിടെ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു വെക്കുക, ദൈവത്തിന് മനസ്സാകുന്നെങ്കിൽ ഞാൻ പോയി ജോലി ചെയ്യും, ഞാൻ സമ്പാദിക്കും. അതാണ് ദൈവത്തിൻ്റെ മനസ്സാണ് നമ്മുടെ ജീവിതത്തിന് പ്രധാനപ്പെട്ടത്. ദൈവത്തിൻ്റെ ഹിതമാണ് നമ്മുടെ ജീവിതത്തിൽ
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായിട്ട് നമുക്ക് മാറാം. അല്ലെങ്കിൽ നിങ്ങൾ വെളിച്ചം തേടുമ്പോൾ മരണത്തിൻ്റെ നിഴലും കൂരിരുട്ടുമായിരിക്കും ലഭിക്കുക. നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ എൻ്റെ ആത്മാവ് കരയും. ദൈവത്തെ അനുസരിക്കുന്നില്ലെങ്കിൽ, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നില്ലെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന അനുസരിക്കുന്നില്ലെങ്കിൽ, രഹസ്യത്തിൽ എൻ്റെ ആത്മാവ് നിന്റെ അഹങ്കാരത്തെ ചൊല്ലിക്കരയും. ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തെ അനുസരിച്ച് മുൻപോട്ട് പോകാൻ പറ്റുള്ളൂ. അഹങ്കാരിയായ ഒരാൾ ദൈവത്തെ ഒരിക്കലും അനുസരിക്കത്തില്ല. സ്വന്തം ഇഷ്ടവഴിയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കും. അത് ഇരുട്ട് നിറഞ്ഞ വഴിയായിരിക്കും. കാല് തെറ്റി വീഴും. ആ വീഴ്ച വലുതായിരിക്കും ചെയ്യും. കർത്താവിൻ്റെ അജഗണത്തെ അടിമത്വത്തിലേക്ക് കൊണ്ടുപോകിയാൽ ഞാൻ ഉള്ളുരുകിക്കരയും. കർത്താവിൻ്റെ ജനം ആത്മീയ അന്ധകാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ ജനം സത്യം വിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ ജനം ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ജീവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഉള്ളുരുകിക്കഴിയും. പ്രവാചകൻ പറയുക, ഞാൻ ഉള്ളുരുകിക്കഴിയും. ഈ കഴിഞ്ഞ നാളുകളിൽ ലോക്ക്ഡൗണ്, വൈറസ് ബാധ, ദേവാലയങ്ങളിൽ അധികം പേർക്ക് കൂടി ബലിയർപ്പിക്കാൻ പറ്റത്തില്ല. ബലിയർപ്പിക്കാനായിട്ട് സാഹചര്യവും സാധ്യതകളുണ്ടായിട്ടും ബലിയർപ്പിക്കാൻ പോകാത്ത എത്രയോ പേരുണ്ടെന്നറിയാമോ? വിശ്രമാനെ പങ്കെടുക്കാൻ താല്പര്യമില്ല. കാരണം അവർക്ക് പറയാൻ ചില കാര്യങ്ങളുണ്ടെന്ന്. ഞങ്ങൾ ടി വിയിൽ കുർബാന കാണുന്നുണ്ട്. മറ്റൊന്ന്, ഇപ്പം പള്ളിയിൽ പോയില്ലെങ്കിലും കുർബാന കണ്ടില്ലെങ്കിലും കുമ്പസാരിച്ചില്ലെങ്കിലും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പം പിന്നെ എന്തിനാ പള്ളിയിൽ പോകുന്നത്? ഇത് ഒരു വ്യക്തിയുടെ കാര്യമല്ല പറയുന്നത്. ഇതുപോലെ പലരുമുണ്ട്. ജീവനെ പേടിക്കുക, വൈറസിനെ പേടിയ, ദൈവത്തെ പേടിയില്ല. ഹല്ലേലൂയാ. ഇത് അപകടകരമായൊരു പോക്ക. വിശ്വാസത്തിന്റെ മേഖലയിൽ വലിയൊരു ഇടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുക. പലർക്കും ജീവിതത്തെ നഷ്ടപ്പെടുന്ന ഈ ആത്മീയ നന്മകൾ എത്ര വലിയൊരു കാര്യമാണ്. ദിവസങ്ങളും മാസങ്ങളായിട്ട് കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റാവുന്നുണ്ട്. കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുക ഒരു താല്പര്യമില്ല. ഹല്ലേലൂയ. കർത്താവ് ഒത്തിരിയേറെ സങ്കടപ്പെടുന്നുണ്ട് ഈ നാളുകളിൽ. പ്രവാചകൻ പറയുക, കണ്ണുനീർ ധാരധാരയായിട്ട് ഞാൻ ഒഴുക്കും. നമുക്ക് കരയാം, ദൈവസന്നിധി കരയാം. ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് വിശ്വാസത്തിലെ ഒരു മടുപ്പ്, മന്നിപ്പ്, ദൈവനിഷേധങ്ങളെയൊക്കെ ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായിട്ട് മാറാം. ലൂക്കാ സുവിശേഷത്തില് 1-ാം അധ്യായത്തില് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സങ്കീർത്തനം, അതായത് മാതാവിൻ്റെ ആ ഹൃദയത്തിൽ വരുന്ന ഒരു സങ്കീർത്തനമുണ്ട്, മറിയത്തിൻ്റെ സ്തോത്രഗീതം. ലൂക്ക 1:46 പറയുന്നു, മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അപ്പൊ കർത്താവിനെ മഹത്വപ്പെടുത്തുക, കർത്താവിന് മഹത്വം കൊടുക്കുന്നവരായിട്ട് നമുക്ക് മാറാം. ജീവിതത്തിൽ തകർച്ച വന്നാൽ, കഷ്ടത വന്നാൽ, രോഗം വന്നാൽ, പരാജയം വന്നാൽ, ഉയർച്ച വന്നാൽ, വിജയം വന്നാൽ എല്ലാം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായിട്ട് മാറണം. കഷ്ടപ്പാടുകളിൽ, രോഗങ്ങളിൽ, തകർച്ചകളിൽ, വേദനകളിൽ, പരാജയങ്ങളിലെല്ലാം നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കാം. ആ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായിട്ട് നമുക്ക് മാറാം. എവിടെയും നമ്മുടെ ദൈവത്തെ ഉയർത്തുക, യേശുവിനെ ഉയർത്തുക, അതിന് നമുക്ക് കഴിയണം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തില് നെബൂഖദ്നേസർ രാജാവ് ഒരു കൽപ്പനയിടുന്നതായിട്ട് പറയുന്നു. രാജാവ് ആരാധിക്കുന്ന സ്വർണ്ണ വിഗ്രഹത്തെ എല്ലാവരും ആരാധിക്കണം. ആ രാജ്യത്തെ 3 ചെറുപ്പക്കാർ, ഷദ്രാക്ക്, മെഷാക്ക്, അബേദ്നെഗോ,
ആ 3 ചെറുപ്പക്കാര് ഈ സ്വർണ്ണ വിഗ്രഹത്തെ ആരാധിക്കാനായിട്ട് തയ്യാറാവുന്നില്ല. അവര് പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കത്തുള്ളൂ, ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന് മാത്രമേ മഹത്വം കൊടുക്കത്തുള്ളൂ. രാജാവ് കൽപ്പനയിട്ടു, ഈ 3 പേരെയും അഗ്നികുണ്ഡമുണ്ടാക്കി അതിലേക്ക് വലിച്ചെറിയുക. അങ്ങനെ ഈ 3 യുവാക്കന്മാരെ പിടിച്ച് അവരെ കൊണ്ടുവന്നു. വലിയൊരു അഗ്നികുണ്ഡം അവിടെ കത്തിച്ചു. ഈ 3 യുവാക്കന്മാര് ഇപ്രകാരമാണ് പറയുന്നത്: എന്തെന്നാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ അനുഗമിക്കും, അങ്ങയിൽ ആശ്രയിക്കുന്ന ആരും ലജ്ജിക്കേണ്ടി വരത്തില്ല. ആമേൻ. അവർ പറയുക, ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ അനുഗമിക്കും, ഞങ്ങൾക്ക് ലജ്ജിക്കേണ്ടി വരത്തില്ല. അവന്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവനിൽ ആശ്രയിച്ചവർക്ക് ഒരിക്കലും ലജ്ജിക്കേണ്ടി വരത്തില്ല. ഹല്ലേലൂയ. ഞങ്ങൾ ലജ്ജിക്കാൻ ഇടയാക്കരുതേ, അങ്ങയുടെ അനന്ത കാരുണ്യത്തിനും ക്ഷമയ്ക്കും അനുസൃതമായി ഞങ്ങളോട് വർദ്ധിക്കണമേ. അവർ പ്രാർത്ഥിക്കുക, ഞങ്ങളെ ലജ്ജിക്കാൻ ഇടയാക്കരുത്. അങ്ങാണ് സർവശക്തനായ ദൈവം, ഞങ്ങളെ ലജ്ജിക്കാൻ ഇടയാക്കരുത്. അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾക്കൊത്ത് ഞങ്ങൾക്ക് മോചനം നൽകണമേ. കർത്താവേ, അങ്ങയുടെ നാമത്തിന് മഹത്വം നൽകണമേ. കർത്താവേ, അങ്ങയുടെ നാമത്തിന് മഹത്വം ഉണ്ടാവണം. ഈ അഗ്നികുണ്ഡത്തിൽ നിന്ന് അങ്ങ് ഞങ്ങളെ രക്ഷിക്കണം. ഞങ്ങൾക്ക് ലജ്ജിക്കാൻ ഇടവരുത്തരുത്. ഈ തകർച്ചയിൽ നിന്ന്, ഈ കടബാധ്യതയിൽ നിന്ന്, ഈ നഷ്ടങ്ങളിൽ നിന്ന്, പരാജയങ്ങൾ ഞങ്ങളെ രക്ഷിക്കണം. അങ്ങയുടെ നാമത്തിന് മഹത്വം ഉണ്ടാവണം. അത്രമാത്രം നമ്മൾ വിശ്വാസത്തില് ഉറച്ചവരായിട്ട് മാറണം. അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾക്കൊത്ത് ഞങ്ങൾക്ക് മോചനം നൽകണമേ. കർത്താവേ, അങ്ങയുടെ നാമത്തിന് മഹത്വം നൽകണമേ. അങ്ങയുടെ ദാസരെ ഉപദ്രവിക്കുന്നവർ ലജ്ജിതരാവട്ടെ. അങ്ങയുടെ ദാസരാണ് ഞങ്ങൾ, ഞങ്ങളെ ഉപദ്രവിക്കുന്നവർ ലജ്ജിതരായി തീരട്ടെ. ഹൃദയം തുറന്ന് ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുക, അങ്ങയുടെ നാമത്തിന് മഹത്വം ഉണ്ടാവണം. രാജാവിൻ്റെ പടയാളികൾ ഈ 3 പേരെയും പിടിച്ചു. എന്നിട്ട് അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയുക. അഗ്നികുണ്ഡത്തിനടുത്തിയപ്പോൾ തന്നെ അവരെല്ലാവരും കത്തിച്ചാമ്പലായി. 3 ചെറുപ്പക്കാർ, ശദ്രാക്ക്, മെഷാക്ക്, അബേദ്നെഗോ, 3 പേരും ഈ അഗ്നികുണ്ഡത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കാഴ്ച. ഒന്നും സംഭവിച്ചില്ല. അവരുടെ ഒരു രോമത്തിന് പോലും കേട് സംഭവിച്ചില്ല. അഗ്നിക്ക് അവരെ സ്പർശിക്കാൻ സാധിച്ചില്ലെന്നുള്ളതാണ്. അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു. ആ തീച്ചൂളയില് അവർ വെന്തുമരിച്ച് പോകുമെന്നാണ് രാജാവും അവിടെ കൂടിയവരും ഒക്കെ വിചാരിച്ചത്. ഏതാനും നിമിഷം കഴിഞ്ഞപ്പോൾ രാജാവ് ചാടി എഴുന്നേറ്റു. ഇതാ അഗ്നികുണ്ഡത്തിൽ നമ്മൾ വലിച്ചെറിഞ്ഞത് 3 പേരെ. പക്ഷെ ഇപ്പോൾ ആ തീച്ചൂള മധ്യത്തിൽ 4 പേരുണ്ട്. അവർ ദൈവത്തെ പാടി സ്തുതിക്കുന്ന, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന വലിയൊരു കാഴ്ച അവർ കാണുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തില് തീച്ചൂളയിലൂടെ കടന്നു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാവും. തീച്ചൂള മധ്യത്തില് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ, സ്തുതിച്ച് ആരാധിക്കുവാൻ സാധിക്കുക. ഈ കഴിഞ്ഞ ദിവസം ഒരു വൈദികൻ എന്നോട് പറഞ്ഞൊരു അനുഭവമാണ്. പ്രായമായ ഒരു വല്യച്ഛൻ, മാരകമായൊരു രോഗം, അതായത് ലക്ഷക്കണക്കിന് ഒരാൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു രോഗമാണ്. രോഗത്തിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പം അച്ഛനെ കാണുവാനായിട്ട് ഈ കൊച്ചച്ഛനെ ചെന്ന സമയത്താണ് ഡോക്ടർ അവിടെ വന്നത്. ഡോക്ടർ പരിശോധിക്കാൻ വന്നത്. അപ്പം ഈ രോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന് സഹിക്കാൻ പാടില്ലാത്തവന് അതികഠിനമായ വേദനയാണ്. ശരീരത്തിന് മുഴുവനും, ജോയിൻസിനുമല്ല, അതികഠിന വേദനയാണ്. പക്ഷെ ഈ
പ്രായമേറിയ ഈ വൈദികൻ, ഈ വിശുദ്ധനായ വൈദികൻ, അച്ഛൻ പറയുകയാണ്, ശാന്തമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കും. എത്ര വേദന ഉണ്ടെങ്കിലും വേദന ഉണ്ടെന്ന് പറയത്തില്ല. ശബ്ദമായിട്ട് എന്നെ ചിരിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് ഇരിക്കുന്ന ഒരു വൈദികൻ. എന്നോട് പറഞ്ഞ ആ വൈദികൻ പറയുകയാണ്, വിശുദ്ധനായൊരു വൈദികനാണ്. ജീവിച്ച നാളിലൊക്കെ അത്രയ്ക്ക് വിശുദ്ധനാണ് ജീവിച്ചത്. ആ വേദന അനുഭവിക്കുമ്പോഴും ആരോടും പരാതിയില്ല. പരിശോധനയൊക്കെ കഴിഞ്ഞിട്ട് ഈ ഡോക്ടർ കൊച്ചച്ഛനെ വിളിച്ചിട്ട് പറയുകയാണ്, ഈ രോഗത്തിന് മരുന്നില്ല, അതികഠിനമായ വേദന അനുഭവിക്കുന്ന രോഗമാണിത്. പക്ഷേ ആ വേദന ഒന്നും പുറത്ത് കാണിക്കാതെയാണ് ആ വൈദികന് ഇങ്ങനെ ശാന്തമായിട്ട് സഹിക്കുന്ന. ഡോക്ടർ പറയുന്നത് ഇതൊരു ഒരു ഒരു വലിയൊരു ഒരു 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 കൃപയാണ് ദൈവത്തിൻ്റെ. കഠിനമായ ശാരീരിക വേദന അനുഭവിക്കുമ്പോഴും ശാന്തമായിട്ട് പുഞ്ചിരിച്ച് യേശുവിന് മഹത്വം കൊടുക്കുന്നൊരു പുരോഹിതൻ. ഹല്ലേലൂയ. എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടി, അവളുടെ കഴുത്തിന് കീഴ്പോട്ട് തളർന്നു കിടക്കുകയാണ്. ഞാൻ അവളെ കണ്ടിട്ടുണ്ട്, അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എപ്പോഴും പുഞ്ചിരിച്ച് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി കർത്താവിന് നന്ദി പറയുന്ന, കർത്താവിന് മഹത്വം കൊടുക്കുന്നൊരു മകൾ. നമ്മുടെ ജീവിതത്തിൽ തകർച്ചകളും പരാജയങ്ങളും നഷ്ടങ്ങളും കടബാധകളും രോഗങ്ങളും, അതുമാത്രമല്ല നമ്മുടെ പ്രിയപ്പെട്ടവർ പോലും നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ, തള്ളിപ്പറയുമ്പോൾ നമുക്ക് അവയെ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതം ദൈവമഹത്വത്തിന് വേണ്ടിയുള്ള ജീവിതമായിട്ട് മാറണം. ഇവിടെ അഗ്നികുണ്ഡത്തില് തീച്ചൂളയില് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നു. ഗെത്സമനിയിൽ യേശു രക്തം ചിന്തി പ്രാർത്ഥിക്കുമ്പോൾ ആ വേദനയെ ആശ്വസിപ്പിക്കുവാൻ ദൈവദൂതൻ ഇറങ്ങി വന്നു. നമ്മൾ തീച്ചൂളയിൽ വെന്തു നീറുമ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കാൻ ദൈവദൂതനല്ല വരുന്നത്, ദൈവം തന്നെ ഇറങ്ങി വരും. അതാണ് നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത. ദൈവം തന്നെ ഇറങ്ങി വന്നാൽ നമ്മളെ ആശ്വസിപ്പിക്കുന്നത്, നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. ആ തീച്ചൂളയിൽ ആ 3 യുവാക്കന്മാർക്കൊന്നും സംഭവിച്ചില്ല. ഒരു ദൈവദൂതൻ ഇറങ്ങി വന്നു. ആ തീച്ചുള മദ്യം ജലഗണകളിൽ തണുപ്പ് നിറഞ്ഞൊരു സ്ഥലമായി. ഒന്നും സംഭവിച്ചില്ല. അവിടെ ഹൃദയം തണുത്തു, ശരീരം തണുത്തു, മനസ്സ് തണുത്തു. അവർ ആ ദൈവദൂതനോടൊപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദാനിയേൽ 3-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വചനം പറയുന്നു, അങ്ങയുടെ മഹത്വപൂർണമായ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. അത് എക്കാലവും എല്ലാറ്റിനുപരി മഹത്വപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്യട്ടെ. പരിശുദ്ധിയും മഹത്വവും നിറഞ്ഞു തുളുമ്പുന്ന അങ്ങയുടെ ആലയത്തിൽ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. അങ്ങ് എന്നെന്നും പുകഴ്ത്തപ്പെടുകയും അത്യധികം മഹത്വപ്പെടുകയും ചെയ്യട്ടെ. അവര് പാടി പ്രാർത്ഥിക്കുക, നന്ദി പറയുക. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന്റെ ആലയത്തിൽ അവിടുത്തെ മഹത്വം ഉയരട്ടെ. എല്ലാ കാലത്തും എന്നും അവിടുത്തെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാറ്റിലും ഉപരി അവിടുത്തെ നാമത്തിന് സ്തുതി ഉണ്ടാവട്ടെ, പരിശുദ്ധിയും മഹത്വവും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് അവർ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു വലിയ സംഭവമായത്. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായിട്ട് മാറാം. അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ലത്. ദൈവം തന്നെ നമുക്ക് കൃപയും ശക്തിയും തന്നാലേ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റുള്ളൂ. നമ്മുടെ കഷ്ടതയിൽ, സന്തോഷത്തിൻ്റെ സമയങ്ങളിൽ ദൈവം ഒത്തിരി അനുഗ്രഹം തരുമ്പോൾ, ഉയർച്ചയും വിജയം ഒക്കെ തരുമ്പോഴൊക്കെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ ജീവിത ലക്ഷ്യം ദൈവത്തിൻ്റെ മഹത്വമാവട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കരുണയും വിശ്വസ്തയും പ്രതി അങ്ങയുടെ നാമത്തിന് മാത്രമാണ് മഹത്വം. യേശുവേ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. രോഗപീഠകളെ ഓർത്ത്, സഹിക്കുന്ന വേദനകളെ ഓർത്ത് അങ്ങേ മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ പീഡാസഹനത്തോടും വേദനയോടും ചേർത്ത് ഞങ്ങളെ വയ്ക്കുന്നു. രോഗങ്ങളെ ഓർത്ത്, കഷ്ടതകളെ ഓർത്ത്, സാമ്പത്തിക തകർച്ചകളെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പരാജയങ്ങളെ ഓർത്ത്, നഷ്ടങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ ഉപദ്രവിച്ചവരെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ ദ്രോഹിച്ചവരെ അനുഗ്രഹിക്കണമേ. കർത്താവേ, എന്നും അങ്ങേ മഹത്വപ്പെടുത്തി ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങളുടെ ആത്മാവിൻ്റെ അഭിഷേകം, ആത്മാവിൻ്റെ ശക്തി ഞങ്ങൾക്ക് തരണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. എല്ലാ മഹത്വവും സ്തുതിയും ആരാധനയും യേശുവിന്. ആമേൻ.
പേരിന്? മിലൻ. ആ, നല്ല പേരാണല്ലോ. മോൻ്റെ ഏത് കൈയാ ഊരിപ്പോന്ന്? ഇടത് കൈ. എത്ര വർഷമായി? ഒരു വർഷമായി. ഇതെങ്ങനെയാ തുടങ്ങിയത് ഊരിപ്പോൻ? സൈക്കിൾ കൈ കാണിച്ച്. ഈ മകൻ്റെ ഇടത്തെ കൈ 1 വർഷമായിട്ട് ഊരിപ്പോന്നാണ്. സൈക്കിളിൽ നിന്ന് വീണ അല്ലേ? സൈക്കിളിൽ നിന്ന് വീണ. മോൻ പറയുന്നത് സത്യമാണോ? സത്യമാണ്. സത്യമായിട്ട് ഊരിപ്പോന്നല്ലേ? മോൻ്റെ അപ്പച്ചനും അമ്മച്ചാരും കൂടെ ഉണ്ടോ? അപ്പച്ചനും അമ്മച്ചും ഉണ്ട്. അവരെന്ത് എവിടാണെന്നോ? ഈ മോൻ്റെ അപ്പച്ചനും അമ്മച്ചൊക്കെ ഒന്ന് കൈയുയർത്തി വീശി കാണിക്കാവോ? ഈ മിലൻ ഇവൻ്റെ അപ്പച്ചനും അമ്മച്ചയും ഒന്ന് കൈയുയർത്തി എഴുന്നേറ്റത്ത് കൈയൊന്ന് വീശി കാണിച്ചേ. അമ്മയാണോ? ആ, ഇവൻ പറയുന്നത് സത്യമാണോ? ആ, അമ്മ പറയുന്നത് സത്യമാണെന്ന്. മോന് സൗഖ്യം കിട്ടുമോ? മോന് വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ട്. ഉണ്ടോ? മോന് നല്ല വിശ്വാസമുണ്ട്. 1 വർഷമായിട്ട് ഊരിപ്പോന്ന ഷോൾഡർ. കൈ കാണിച്ചേ. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ഷോൾഡർ ഇനി ഊരിപ്പോവത്തില്ല. ഹല്ലേലൂയ. ഈ ഷോൾഡർ ഇനി ഊരിപ്പോവത്തില്ല യേശുവിന്റെ നാമത്തിൽ. ഇടിച്ചേ. ഇടിക്കടാ, നന്നായിട്ട് ഇടി. വട്ടം കറക്കിക്കോ. തരോട് ഊരത്തില്ല. തിരിച്ച പൊക്കിക്ക്. താത്തേ പൊക്കിക്ക്. ആ, ധൈര്യം ചെയ്തോ. ഇവര് കാണട്ടെ. ആ, ഇടിച്ച് ഷോൾഡർ ഇളകിട്ടെ. മതിയോ? സന്തോഷമായി. യേശു ഇവിടെയുണ്ട്. അതുകൊണ്ട് അത്ഭുതങ്ങൾ ഇവിടെ നടക്കും. അന്ധന്മാർ കാണും, ചെകിടന്മാർ കേൾക്കും, തളർവാതിരുകളിൽ നടക്കും, ഊരിപ്പോന്ന ഷോൾഡർ സൗഖ്യമാവും, മുട്ട, നടുവ്, ഡിസ്ക് എല്ലാം കർത്താവ് സൗഖ്യമാക്കും. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ. യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.